ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയെയും കുഞ്ഞിനെയും മുറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വളരെ സന്തോഷത്തിലാണ് മീനാക്ഷി ഉള്ളത്. അങ്ങനെ മീനാക്ഷിയുടെ അരികിൽ കൊണ്ടുകിടത്തുന്ന കുഞ്ഞിനെ മീനാക്ഷി ചേർത്ത് പിടിക്കുന്നത് കണ്ട് പ്രസന്ന ആകെ വല്ലാണ്ടാകുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി താൻ പ്രസവിച്ച കുഞ്ഞിൻ്റെ മുഖം നല്ല രീതിയിൽ തന്നെ കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, പാലെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ തൊട്ടിലോട്ട് കിടത്തിയാൽ മതിയെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അത് വേണ്ട, എൻ്റെ കുഞ്ഞിന് തണുക്കും, ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചുകൊള്ളാം, എൻ്റെ അടുത്ത് കിടന്നോട്ടെ എന്നെല്ലാം മീനാക്ഷി പറയുകയാണ്. ഇതെല്ലാം മീനാക്ഷി പറയുമ്പോൾ പ്രസന്ന ആകെ വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, നമ്മളെങ്ങാനും ഉറക്കത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മേലിട്ട് കൈയെല്ലാം വന്ന് വീഴും, അതുകൊണ്ടാണ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാനൊന്ന് കൊതി തീരെ കണ്ടോട്ടെ എന്ന് മീനാക്ഷി പറയാണ്. സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ മീനാക്ഷിക്കുള്ള ഫുഡ് വരും. സിസ്റ്റർ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഉണ്ടാവില്ല അരികിൽ, അതുകൊണ്ട് തന്നെ മീനാക്ഷി ഉറങ്ങുകയാണെങ്കിൽ കുഞ്ഞിനെ എടുത്തിട്ടൊന്ന് തൊട്ടിയിൽ കിടത്തിക്കൊള്ളണമെന്ന് പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ഞാനത് ചെയ്തോളാം എന്നും പ്രസന്ന പറയുന്നുണ്ട്. മീനാക്ഷിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതെല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് പ്രീത മാഡത്തിൻ്റെ ഓർഡറെന്നും അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ സിസ്റ്റർ. അങ്ങനെ മീനാക്ഷി കുഞ്ഞിനോടുള്ള സ്നേഹം കൂടുതൽ കാണിക്കുന്നത് പ്രസന്ന കാണുമ്പോൾ മോളെ മീനു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് മീനാക്ഷി പറയുന്നുണ്ട്, അമ്മ ഇത് കണ്ടോ, എന്തു ഭംഗിയാണെന്ന് നോക്കിയേ എന്ന് കുഞ്ഞിനെ. മോളെ, നീ ഇതിനോട് വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് മീനാക്ഷി പറയുന്നുണ്ട്. മോളെ, നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അമ്മ പറയുന്നത്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ, എൻ്റെ ചൂട് കൊണ്ട് പൊതിയണ്ടേ, അതിന് വേറെ ആരുണ്ട്? അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ മോളെ എന്ന്. ഈ കുഞ്ഞ് നമ്മുടേതല്ല മോളെ, യാതൊരു അവകാശവും നമുക്കില്ല എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നത്, അമ്മ ഒന്നും പറയണ്ട, എനിക്കറിയാമെല്ലാം, എൻ്റെ ഓർമ്മയും ബുദ്ധിയും ഒന്നും മറഞ്ഞു പോയിട്ടില്ല. അമ്മ ഇത്തിരി നേരം റൂമിൽ നിന്ന് മാറി നിൽക്കും, ഞാൻ എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് പ്രസന്ന ആകെ അമ്പരപ്പോടെ നിൽക്കുകയാണ്. അങ്ങനെ പ്രസന്ന പുറത്തേക്കെല്ലാം പോവുകയാണ്. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.